الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഐഹിക ജീവിതം വലിയ അല്ലലും അലട്ടലൊന്നും ഇല്ലാതെ സുഖമായി കഴിയുന്നുണ്ട്. പറയത്തക്ക വിധത്തിലുള്ള വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നു. ഇത് നമ്മുടെ ആഗ്രഹമാണ്, അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും. അതുപോലെ നമ്മുടെ ഈ ജീവിതം അവസാനിച്ചിട്ട് ഒരറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. അവിടെയും പ്രയാസങ്ങളും വിഷമമൊന്നും ഉണ്ടാകരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, ജുമാസ്കരിക്കുന്നു, എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പരലോകം കൂടി സുരക്ഷിതമാകാനാണ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും അല്ലാഹ് നല്ലത് തരണം, ആഖിറത്തിലും നല്ലത് തരണം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ. ഈ പ്രാർത്ഥനയോടുകൂടെ, പ്രവർത്തനങ്ങളോടുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ? ഈ ഐഹിക ജീവിതത്തിൻ്റെയും പരലോകത്തിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് ഓർമ്മിക്കാറുമുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങ് മറന്നു പോകുമെങ്കിലും ഖുതുബകളിലൂടെയും ഉത്ബോധനങ്ങളിലൂടെയും വായനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടയ്ക്കിടെ നമ്മുടെ പരലോകം, ഐഹിക ജീവിതം, ഇതൊക്കെ താരതമ്യം ചെയ്യാറുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. അതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഖുതുബയും ഇതുപോലുള്ള ഉത്ബോധനങ്ങളും നമ്മൾ കേൾക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാനപരമായി ഒരിക്കലും നശിക്കാത്ത ഒരു സങ്കേതമാണ് പരലോകം. ഐഹിക ജീവിതമോ എപ്പോഴും തീർന്നു പോകാം. ഒരു യാത്രാ സമാനമായി റസൂലുള്ളാഹി ഒരു സഞ്ചാരപാതയായി ഈ ഐഹിക ജീവിതത്തെ പഠിപ്പിച്ചു. അത് തന്നെയാണല്ലോ നമ്മുടെ അനുഭവവും. റോഡരികില് ഒരാൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, മൂപ്പരവിടെ പോയി, ഇപ്പൊരു വണ്ടി വന്നു, അതിൽ കയറിപ്പോയി. അതുപോലെ തന്നെയാണ് മരണം. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതാ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതാ, പോയി. അപ്പൊ ഒരു യാത്ര, ആ യാത്രയിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു തആല
വിശുദ്ധ ഖുർആനിലുടനീളം ഈ കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നദ്ദാറൽ ആഖിറ, തീർച്ചയായും പരലോക ജീവിതം, ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, സൂറ റൂമിൽ അല്ലാഹ് പറയാ, അറിഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുണ്ടാകുമായിരുന്നു. യഥാർത്ഥ ജീവിതം പരലോകമാണ്. രണ്ടാമത്തെ വ്യത്യാസം, പരലോകത്ത് നമുക്ക് ഭക്ഷണം വേണം, പാനീയം വേണം, വസ്ത്രം വേണം, താമസം വേണം, വാഹനം വേണം. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വേണം. കാരണം അവിടെയും ജീവിതാണല്ലോ, അതെല്ലാം അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെയും ഉണ്ട്. ഇവിടെ ഉള്ളതും അവിടെ ഉള്ളതും തമ്മിൽ ഹൈരിയത്ത്, അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരത്തിൽ മാറ്റണ്ടെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എമ്പാട് സ്ഥലങ്ങളിൽ പറയാം. അല്ലാഹു പറയുന്നു, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ആഖിറാണ് ഖൈർ, ദുനിയാവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ. വ അബ്ഖാ, എന്നും അവശേഷിക്കുന്നതും അതാണ്. വരിസുഖു റബ്ബിക ഖൈറും വ അബ്ഖാ, ഖൈറും വ അബ്ഖാ എന്ന പ്രയോഗം ഖുർആനിൽ കാണാം. വമാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖാ, അല്ലാഹുവിങ്കലുള്ളതാണ് ഖൈർ, അതാണ് അവശേഷിക്കുന്നത്. വമാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖാ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാ പറഞ്ഞത്, ആഖിറാണ്, അതിന്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്, അതാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു തആല നിരന്തരമായി ഖുർആനിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആഖിറം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടിങ്ങ് കിട്ടുക. എങ്ങനെ? ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലമായിട്ട് വിചാരണയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു സാധനമാണ് സ്വർഗം. നിന്റെ ജീവിതമൊക്കെ വിലയിരുത്തി പകരം ഇതാണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് ഹിസാബും കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് തരികയാണ്. അതൊരിക്കലും നശിക്കൂല. ഇവിടെ നമ്മുടെ കയ്യിൽ പലതും ഉണ്ട്, അത് നമുക്ക് സ്വന്തമായിട്ട് തന്നതല്ല, പരീക്ഷക്ക് തന്നതാ. നമ്മളോടങ്ങ് വാങ്ങും. ആ തിരിച്ചു വാങ്ങുന്ന കാലം വരെയുള്ള ഒരു പരീക്ഷ അതിനു വേണ്ടി തന്നതാണ്. അതുപോലെ പരലോകം എന്നത് നമ്മുടെ ആരാധ്യനായ റബ്ബിനെ കാണുന്ന ലോകമാണ്. നമുക്കവിടെ പോയാൽ നാം സുജൂദ് ചെയ്യുന്ന, നാം ദുആ ചെയ്യുന്ന, നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കാണൂല. എത്ര വലിയ ആളാണെങ്കിലും കാണൂല. മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചില്ലേ റബ്ബിനോട്? അടുത്തു നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് കാണണമെന്ന് ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? സംസാരം കൊണ്ട് അടുത്തല്ലേ. അപ്പോ മൂസാ നബി ചോദിച്ചു പോയ, റബ്ബി അരിനി അൻദുർ ഇലൈക്, ഞാനൊന്ന് കാണട്ടെ അല്ലാ, ഒന്ന് കാണിച്ചുതാ. അല്ലാഹ് പറഞ്ഞു, ഖാല ലൻ തറാനി, ഇല്ല കാണൂല. ദുനിയാവ് ഇവിടെ വെച്ച് അതിനെ കാണാൻ പറ്റുന്ന, അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന രൂപത്തിലല്ല നമ്മുടെ സൃഷ്ടിപ്പ്, ഈ ഐഹിക ജീവിതത്തിന്റെ, ലോകത്തിന്റെ സംവിധാനം. അതുപോലെ തന്നെ പരലോകം മംദൂഹാണ്, എല്ലാ അർത്ഥത്തിലും സ്തുത്യർഹമാണ്. ദുനിയാവോ അത് മൽഊനാണ്, ശപിക്കപ്പെട്ടതാണ്. ഹദീസുകളിലൊക്കെ കാണാം, ദുനിയാവും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും ശപിക്കപ്പെട്ടതാണ്. അങ്ങനെ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് അനുഭവം ഉണ്ടാകാറില്ലേ? എന്ന് പറഞ്ഞില്ലേ അല്ലാഹു ഖുർആനിൽ? നല്ല കാര്യം ദ്വാരിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ ചീത്തയും ദ്വാരിക്കും. ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകും ചില സമയത്ത്, അല്ലേ? ഗുണം പിടിക്കൂല, നിങ്ങളൊന്നും നന്നാവൂല എന്ന് പറഞ്ഞു പോകൂലേ ചില രക്ഷിതാക്കളൊക്കെ? അങ്ങനെ സംസാരിക്കും. ഖൈറ് പറയുന്നത് പോലെ തന്നെ ഷർറ് പറഞ്ഞു പോകും. ടൗണില് നല്ല സ്ഥലമാണ് ആയിരുന്നു, ഭാവിയിൽ ഇങ്ങനെ ഡൗൺ ആവുന്നൊന്നും അറിയില്ല. അന്ന് വിറ്റ് മല വാങ്ങിയതാണ്. ഇപ്പോ അവിടെ പോകാനും പറ്റുന്നില്ല, പോകാനുള്ള ആളും ഇല്ല. അതും കൊണ്ട് കുടുങ്ങി. വിൽക്കാൻ പറഞ്ഞാൽ, വെറുതെ കൊടുക്കാൻ പറഞ്ഞാലും ആർക്കും വേണ്ടാത്ത അവസ്ഥ. എന്താകും? അദ്ദുന്യാ മൽഊന, പലപ്പോഴും ശപിച്ചു പോകാറുണ്ട്. എന്നാൽ പൊതുവെ മരിച്ച ആഖിറത്തിൽ ചെന്നാലുള്ള ഒരു ശാപമുണ്ട്, ഒരു വിരൽ കടിച്ച് തുപ്പലുണ്ട്. ദുനിയാവിനെ സംബന്ധിച്ച് ഓർമ്മിച്ചിട്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു വേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. ആഖിറമോ അത് മംദൂഹാണ്. ദുനിയാവിന് ദുനിയാവ് എന്ന് പേര് വെച്ചത് തന്നെ ദനിയ, താണതുന്ന.
താണസാനാണ്. ആഖിറ അങ്ങനല്ല, പരിശുദ്ധമാണ് സ്വർഗം. അപ്പൊ ഇവിടെയും ജീവിക്കുന്നു, അവിടെയും ജീവിക്കുന്നു. അവിടത്തേക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം. അതിനിപ്പോ എന്താ വേണ്ടത്? സുഹദ്, ഐഹിക വിരക്തി. ഐഹിക വിരക്തി എന്ന് പറഞ്ഞാൽ ദുനിയാവ് വേണ്ടാന്ന് വെക്കുക, കയ്യിലുള്ളതൊക്കെ കളഞ്ഞ് ഫഖീറായി ജീവിക്കുക. അതാണോ? ഒരിക്കലും അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധനം കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരം കിട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആഖിറ ലഭിക്കണമെങ്കിൽ അമലി ചെയ്യണം, പ്രവർത്തിക്കണം. പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം, പൈസ വേണം. പൈസ എന്ന് പറഞ്ഞാൽ അതല്ലേ ദുനിയാവ്. അപ്പൊ ദുനിയാവ് വേണ്ട എന്ന് വെക്കലല്ല, ഞാൻ ഫഖീറായി ജീവിച്ചോളാം എന്ന് പറയുന്നതല്ല സുഹദ്, ഐഹിക വിരക്തി. പിന്നെയോ ഐഹിക വിരക്തി എന്ന് പറഞ്ഞാൽ അനുവദനീയമായതിൽ അതിനെ ഉപയോഗിക്കുക, അള്ളാഹു കൽപ്പിച്ചതിൽ ഉപയോഗിക്കുക. അല്ലാതെ ശരീരത്തിന് ആനന്ദകരമായി തോന്നുന്ന മുഴുവനും അങ്ങ് ചെയ്തു തീർക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന രീതിയിൽ ഇവിടെ അങ്ങ് മുഴുകി ജീവിച്ച് കളയുക, അതുണ്ടാകരുത്. ശരീരത്തിന്റെ താല്പര്യത്തെക്കാൾ നമ്മൾ പരിഗണന നൽകേണ്ടത് ആത്മാവിന്റെ താല്പര്യത്തിനെയാണ്. ആത്മാവിന്റെ താല്പര്യം, സ്വർഗീയ ജീവിതം, നമസ്കാരം താല്പര്യമായി വരിക, ദീനിന്റെ വിഷയങ്ങൾ ദുനിയാവിൽ വെച്ച് താല്പര്യമായി വരിക. അങ്ങനെ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമായി മാനസികമായി നമുക്ക് അനുഭവപ്പെടുക. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന്റെ പേരാണ് ഐഹിക വിരക്തി, സുഹദ്. ഇത് പ്രശംസാർഹമാണ്. നമ്മുടെ ജീവിതത്തിൽ അത്തരം സംഗതികൾ നമുക്ക് ഇഷ്ടമായി വരുന്ന ഒരവസ്ഥ ഉണ്ടായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു. ദുനിയാവ് ഒഴിവാക്കി ഫഖീറാകണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ദാരിദ്ര്യത്തെ തൊട്ട് കാവല് ചോദിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. സമ്പാദിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന, ഹലാലായ മാർഗത്തിൽ. എന്നിട്ടോ സമ്പാദ്യം കയ്യിൽ പിടിക്കണം, അത് ഖൽബ് പിടിക്കണ്ട. സമ്പാദ്യം ഖൽബില് വേണ്ട. കാരണം ദുനിയാവാണ് എന്ന് തിരിച്ചറിവ്. ദുനിയാവിന് സ്വർഗം കിട്ടണമെങ്കിൽ, ജീവിച്ച് സ്വർഗം വാങ്ങണമെങ്കിൽ കയ്യിൽ സമ്പാദ്യം വേണം. അല്ലാഹു റസൂൽ പറഞ്ഞത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി തആല മിനൽ മുഅ്മിനിൽ ളഈഫ്. കഴിവുള്ള വിശ്വാസി അവനാണ് ബലഹീനനായ വിശ്വാസിയേക്കാൾ നല്ലത്. കഴിവുള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും, സമ്പത്ത്, ആരോഗ്യം, ഈമാൻ, എല്ലാ വിഷയത്തിലും കഴിവ് കൂടുതലുള്ള വിശ്വാസി അവനാണ് കഴിവ് കുറഞ്ഞവനേക്കാൾ നല്ലത്. കാരണം അവന്റെ കഴിവുകൾ വിശ്വാസിയായത് കൊണ്ട് തന്നെ പരലോക സമ്പാദനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐഹിക വിരക്തി, സുഹദ് നമ്മെ സ്വാധീനിച്ചാൽ, പരലോകത്തേക്ക് പോകേണ്ടവരാണെന്ന് ഓർമ്മയോടുകൂടി ഇവിടെ ജീവിച്ചാൽ, നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചില വാക്കുകൾ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. മാ ഇൻദക്കും യൻഫുദ്, നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാന്റെ അടുത്തുള്ളത് അവിടെ ഉണ്ടാകും എന്ന ഒരു മാനസിക ധൈര്യവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ദുനിയാവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെ ഇവിടെ ജീവിക്കണം. അള്ളാഹു പറഞ്ഞില്ലേ നമ്മുടെ ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച്, ഇൽമു ശരിക്ക് പഠിക്കണം, മനസ്സിലാക്കണം. എന്ത്? അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹവ്. ഈ ദുന്യവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും തമാശയാണ്. എന്താ ലഅബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? കളിയാണ്. കളീന്റെ സ്വഭാവം എന്താ? കളി എന്ന് പറഞ്ഞാൽ തന്നെ കാര്യമല്ല എന്നല്ലേ, ലാഭമില്ലാത്തൊരു കാര്യം, ഭാവിയിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല, സമയം അങ്ങ് തീർത്തുകളയാണ് കളിച്ചിട്ട്. അതാണ് ദുനിയാവിന്റെ ആകത്തുക. ഇവിടെ ജീവിച്ച് അവസാനങ്ങൾ മരിച്ചു പോയാൽ ഒന്നും ഉണ്ടാകാത്തില്ലാത്തൊരവസ്ഥ വരും ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ. അതുപോലെ വല്ലഹുൻ, അത് തമാശയാണ്. തമാശ കാര്യമല്ല, തമാശയാണ്. പഠിക്കാൻ, ഉന്നത വിദ്യാഭ്യാസം നേടാൻ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പറഞ്ഞയച്ചത്. നല്ലോണം പഠിക്കണമെന്ന ആഗ്രഹത്തിൽ, നല്ല താമസ സ്ഥലം,
നല്ല പഠനോപകരണങ്ങൾ, നല്ല യാത്രാ സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ പഠനം മാത്രം നടന്നില്ല. എന്നാ എന്താകും അവസ്ഥ? ഒക്കെ ഒരു തമാശയായിട്ട് പോയി. അങ്ങനെ തമാശയായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ് ദുനിയാവ്. ഇവിടെ നിന്നാണ് ആഖിറം വാങ്ങേണ്ടത്, സ്വർഗം വാങ്ങേണ്ടത്. ഇത് കളിക്കാനുള്ള ഇടമല്ല, തമാശക്കുള്ള ഇടമല്ല. ദുനിയാവ് ആ രൂപത്തിലാണ് സജ്ജീകരിച്ചത് എന്ന ഓർമ്മ വേണം. വസീനത്തുൻ, പ്രകടമാകുന്ന സൗന്ദര്യം, അതാണ് ഈ ദുനിയാവിലുള്ളത്. യാഥാർത്ഥ്യത്തെ മറപ്പിച്ച് കളയുന്ന സൗന്ദര്യമുണ്ട് ഈ ദുനിയാവിന്. പെട്ടുപോകും, വീണുപോകും. ബൈനക്കും, പരസ്പരമുള്ള പൊങ്ങച്ചം പറച്ചിൽ, അതാണ് ദുനിയാവ്. എന്റെ അടുത്ത് അത്രയുണ്ട്, ഇത്രണ്ട്, ഒരു കിടമത്സരം, തഫാഹുർ, അതാണ് ദുനിയാവ്. മക്കളും സമ്പത്തും അതിലുള്ള വർധനവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനുള്ള ഒരവസരമാണ് ഇവിടെ ഉള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ദുനിയാവ്. എന്നിട്ട് അല്ലാഹു തആല അതിനെ ഉപമിച്ചത്, ദുനിയാവിനെ ഇതൊരു മഴക്കാലത്ത് മുളക്കുന്ന പുല്ല് പോലെ, വേനൽക്കാലത്ത് ഉണങ്ങിപ്പോകുന്ന, ഒന്നുമല്ലാതായി തീരുന്ന ഒരു സീസൺ. ആ സീസണിൽ ഉണ്ടാകുന്ന പച്ചപ്പ്, അത് മാത്രമാണ് ദുനിയാവ് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ദുനിയാവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് മത്താഉൽ ഗുറൂർ, വഞ്ചന മുതൽ ഒരു തോറ്റു പോകുന്ന കാര്യം. കടയിൽ കെട്ടിയച്ചതാണ് നല്ലൊരു കെട്ട്. ഒരാൾ മനസ്സിലാക്കി അതെങ്ങനെങ്കിലും കിട്ടിയാല് എടുത്ത് കൊണ്ടുപോവാന്ന്. മൂപ്പർ അതും എടുത്ത് പോയതാ. ആരും കാണാത്തടുത്ത് കൊണ്ടുപോയി അഴിച്ചു നോക്കുമ്പോ വേസ്റ്റാണ്. കടക്കാര് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടട്ടെ, തോറ്റുപോയി. അതെന്നാ ദുന്യാവിന്റെ അവസ്ഥ. ഇല്ലാത്ത വലിപ്പം കാണുക, ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ അങ്ങ് ജീവിച്ച് തീർന്നു പോവുക. അപ്പൊ തോറ്റുപോകുമേ എന്ന് അല്ലാഹു തആല നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലും. ദുനിയാവ് വഞ്ചിക്കുന്നതാണ്. അതുപോലെ തന്നെ പിശാച് നിരന്തരമായി ഈ ദുനിയാവ് കൊണ്ട് വഞ്ചിതരാകാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വഞ്ചന, തോൽവി, അതാണേ നിങ്ങളോട് പിശാച് വാഗ്ദത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആനിൽ അല്ലാഹു പറയാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബൈത്തുൽ മാൽ ഇങ്ങനെ നോക്കുകയാണ്. ഇഷ്ടംപോലെ സ്വർണം വന്നുകൂടിയിരിക്കുന്നു, ഇഷ്ടംപോലെ വെള്ളി നാണയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ സഫറാ ഗുർരി ഗൈരി, യാ ബൈളാ ഗുർരി ഗൈരി. ഓ മഞ്ഞ നാണയം, സ്വർണമേ, നീ തോൽപ്പിക്കാൻ മറ്റാളെ നോക്കണം, എന്നെ കിട്ടൂല. വെള്ളി നാണയങ്ങളെ, തോൽപ്പിക്കാൻ നിങ്ങൾ വേറെ ആളെ നോക്കണം, അലീനെ കിട്ടൂല. ദുനിയാവ് എന്താണ് എന്ന് തിരിച്ചറിയുക. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ന ദുനിയ ഖത്തറഹലത്ത് മുദ്ബിറ, ദുനിയാവിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറമിതാ നമ്മിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നാലെ ഓടാതെ വന്നുകൊണ്ടിരിക്കുന്നതിനെ സ്വീകരിക്കുക, അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം, അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി തയ്യാറാക്കുക. ഈ ദുനിയാവിനും മക്കളുണ്ട്, ആഖിറത്തിനും ആളുകളുണ്ട്. നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാകണം, ആഖിറത്തിന്റെ ആളുകളാകണം, ദുനിയാവിന്റെ ആളുകളായി പോകരുതേ എന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്ന് പണിയെടുക്കുന്ന ദിവസമാണ്, വിചാരണയില്ല, അഥവാ ഐഹിക ജീവിതം. നാളെ വിചാരണയുടെ കാലമാണ്, അവിടെ പണിയില്ല. അതുകൊണ്ട് ദുനിയാവ് നമുക്ക് ആഖിറം വാങ്ങാനുള്ളതാണ് എന്ന തിരിച്ചറിവിൽ, ഇത് മാത്രമല്ല ജീവിതം എന്ന തിരിച്ചറിവിൽ ജീവിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ
إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പല പല ഉദ്ദേശങ്ങളും നമുക്കുണ്ട്, പ്രയാസങ്ങൾ. പലരോടും സംസാരിച്ചാൽ നിരവധി പ്രയാസങ്ങൾ പറയാറുണ്ട്. പക്ഷെ എല്ലാ പ്രയാസങ്ങളും കൂടി ഒന്ന് ഏകീകരിച്ച് ഒരു പ്രയാസമാക്കിയെടുത്താൽ ജീവിതം എളുപ്പമായി. എന്താണ് ആ പ്രയാസം? അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ? ബാക്കി ഒന്നും നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നമുക്കെന്താ വേണ്ടതെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ കടത്തിലാണോ? അള്ളാഹ്ക്കറിയാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഒക്കെ അള്ളാഹുവിനറിയാം. നമ്മുടെ ജീവിത പ്രതിസന്ധികൾ ഒക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹ് തീർത്തു തരും. അപ്പൊ നമ്മുടെ വിഷയം, മുഖ്യ വിഷയം അത് റബ്ബായി വരട്ടെ. അള്ളാഹുവിനെ നമ്മുടെ കൂടെ കിട്ടിയാൽ എല്ലാം കൂടെ വന്നോളും. അള്ളാഹുവിനെ വിട്ട് നമ്മൾ എല്ലാവരെയും കൂടെ പിടിക്കാൻ, എല്ലാറ്റിനെയും കൂടെ പിടിക്കാൻ ശ്രമിച്ചാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ആ തൗഹീദിലേക്ക് വരണം. തൗഹീദ് നമ്മെ സ്വാധീനിക്കണം എന്ന് പറയുന്നത്. അള്ളാഹിനോട് ദുആ ചെയ്യണം, മറ്റുള്ളവരോട് പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ദ്വാരിക്കുമ്പോൾ അള്ളാഹിനോട് ദ്വാരിക്കണേ എന്നല്ല തൗഹീദിന്റെ അർത്ഥം. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. വല്ലാഹു ഖൈറും വഅബ്ഖാ. അള്ളാഹു ആണ് ഏറ്റവും ഖൈർ. ആ ബന്ധമാണ് എന്നെന്നും അവശേഷിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹുവിനെ കിട്ടിയാൽ, നമ്മൾ അള്ളാഹുവിന്റെ കൂടെയായാൽ എല്ലാ കാര്യവും അള്ളാഹു തആല എളുപ്പമാക്കി തരും. അതല്ലേ ചെറുപ്പത്തിലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. നമ്മൾ വെറുതെയാണോ വജ്ജഹ്തു വജ്ഹിയ എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ വജ്ഹിനെ അള്ളാഹ് നിന്നിലേക്ക് മുന്നിടിച്ചിരിക്കുന്നു. എൻ്റെ ആഭിമുഖ്യം നമസ്കാരത്തിന് മാത്രല്ല, എപ്പോഴും എൻ്റെ ജീവിതത്തിന്റെ ആഭിമുഖ്യം അള്ളാഹ് നിന്നിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷമവും ഇല്ല. കാരണം എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ അറിയുന്നവൻ, അറിയാത്ത ഒന്നും എന്നിലില്ല. ചോദിക്കാതെ തന്നെ റബ്ബ് തെറ്റുപുറത്തി തരും. ചോദിക്കാതെ തന്നെ റബ്ബ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. ഈ നിലക്കുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് അള്ളാഹുവിനോടുണ്ടെങ്കിൽ, അതിനാണ് അള്ളാഹു പറയുന്നത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അള്ളാഹു പോരെ അവന്റെ ദാസന്. എങ്ങോട്ടൊക്കെയാണ് ഈ ഓടുന്നത്? ഏതിലൊക്കെയാണ് അഭയം പ്രാപിക്കുന്നത്? ബാങ്ക് ബാലൻസിലാണോ? സ്വാധീനത്തിലാണോ? എന്തിലൊക്കെയാണ് അഭയം പ്രാപിക്കുന്നത്? മഖ്ബറയിലാണോ? ഷെയ്ഖിലാണോ? അപ്പോ എല്ലാ സൃഷ്ടികളെയും ഒഴിവാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക. എന്നാൽ സൃഷ്ടികൾ മുഴുവനും എതിർത്താലും ആ ദാസന് വേണ്ടതെന്തോ അത് റബ്ബ് ചെയ്തോളും. റബ്ബിനെ ഒഴിവാക്കിയിട്ട് സൃഷ്ടിയിലാണ് തവക്കുലെങ്കിൽ ആ സൃഷ്ടികൾ മുഴുവനും ശ്രമിച്ചാലും ആകാശവാതിൽ അള്ളാഹ് അടച്ചിടും. രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടാവൂല. അപ്പൊ അള്ളാഹു ഏത് പ്രശ്നങ്ങളിൽ നാം കുടുങ്ങിയാലും ഒരു മഖ്റജ് നമുക്കുണ്ടാക്കി തരണമെങ്കിൽ അതെ തഖ്വ വേണം എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിന്റെ രഹസ്യമതാണ്. ഇതിനാണ് ഖുതുബ. ഈ ഓർമ്മപ്പെടുത്തലിനാണ് ഖുതുബ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മെ ഇത് ഓർമ്മപ്പെടുത്തി തരണം. അല്ലാതെ നാട്ടിൽ നടക്കുന്ന വാർത്ത വായിക്കാനുള്ളതല്ല ഖുതുബ. അതിന് പല മേഖലകളും സംവിധാനങ്ങളും നമുക്ക് വേറുണ്ട്. കാലികമായിരിക്കണമെന്ന് പറഞ്ഞ് തഖ്വയുടെ ഭാഗം അവഗണിച്ചാൽ അത് അപകടമാണ്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്ര യുദ്ധങ്ങൾ നടന്നു? ബദർ ഉണ്ടായി, ഉഹദ് ഉണ്ടായി, ഖന്തഖ് ഉണ്ടായി, ഹുനൈൻ ഉണ്ടായി. ഒരുപാട് യുദ്ധങ്ങൾ. ഖുതുബയിൽ വിഷയമായിരുന്നു അതൊക്കെ? ഇല്ല. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഉത്ബോധനമൊക്കെ എപ്പോഴെങ്കിലും നടത്തി എന്നല്ലാതെ അതൊന്നുമല്ല വിഷയം. മറിച്ച് യഖറഉൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യുന്നു, വയുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നു, ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരുപാട് കാലം ഖുതുബ കേട്ടിട്ട് എനിക്ക് ദുനിയാവും ആഖിറവും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന ഒരവസ്ഥ മരിച്ചതിന് ശേഷം ഉണ്ടാകരുത്. അതിനാണ് ഖുതുബ. അതുകൊണ്ട് നാം ആത്മീയമായി പരിവർത്തനപ്പെടുക തന്നെ വേണം. ദുനിയാവ് തിരിച്ചറിയണം, ആഖിറം തിരിച്ചറിയണം. എപ്പോഴാണ് മരണം അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പല ആളുകളും മരണപ്പെട്ടു പോവുക. ഈ പള്ളിയിൽ വന്ന ആളുകൾ തന്നെ. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. ഞങ്ങളും മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു. പൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെടാൻ, സാലിഹീങ്ങളോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്കും അവർക്കും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബർസഖിൽ ജീവിതം നല്ല ആശ്വാസകരമാക്കി തരണേ റഹ്മാനെ. രോഗികളുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലാക്കി തരണേ റഹ്മാനെ. സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വല്ല വീഴ്ചയുമുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നിൽ ഉറപ്പിച്ച് തവക്കുലാക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.